ചെറിയ ചെറിയ സന്തോഷങ്ങൾ അല്ലെ നമുക്ക് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തികളിലൂടെ സമൂഹത്തിന് നമുക്ക് നന്മ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ പറയുന്നു, നമുക്ക് ഒരേ ഒരു ജന്മേ ഉള്ളൂ. ഈശ്വരൻ തന്നിട്ടുള്ള ഒരേ ഒരു ജന്മം. ഈ ഒരു ജന്മം നമ്മൾ അവിടുന്ന് കടം വാങ്ങി ഇവിടുന്ന് കടം കൊടുത്ത് നരകിച്ച് ജീവിക്കാനുള്ളതല്ല. ഇതുപോലെയുള്ള സേവനങ്ങൾ ചെയ്ത് ആളുകളുടെ സ്നേഹം പിടിച്ചു പറ്റുക. ആളുകളുടെ സ്നേഹം പിടിച്ചു പറ്റാനായിട്ട് ഇന്നത്തെ കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്കത് സാധിക്കുക ഇന്ന് RCM എന്ന പ്രസ്ഥാനത്തിലൂടെ മാത്രമാണ്. കാരണം നമുക്ക് കാണിച്ചു കൊടുക്കാൻ ഈ ഇഷ്ടം പോലെ ലിവിങ് എക്സാമ്പിൾസ് ആണ്. ഇപ്പൊ നേരത്തെ ഇവിടെ വന്നിട്ട് ഒരു 75 വയസ്സുള്ള ഒരു മാഡാണ് സംസാരിച്ചത്. നടക്കാൻ പോലും പറ്റാതിരുന്ന മാഡം നമ്മുടെ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുകയും ആരോഗ്യം കൈവരിക്കുകയും ഇവിടെ വന്ന് സ്റ്റേജിൽ കയറി സംസാരിച്ചത് നിങ്ങളൊക്കെ കേട്ടോ? ഇതുപോലെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ ഇഷ്ടം പോലെ ഉദാഹരണങ്ങളാണ്. ഇന്നലെ തൃശ്ശൂർ പ്രോഗ്രാമിൽ ഞങ്ങൾ ചെല്ലുമ്പോ ദമ്പതികളായിട്ട് 2 പേര് പുറത്ത് നിൽക്കണ്ടായിരുന്നു. അവര് കണ്ണ് നിറഞ്ഞിട്ട് നിൽക്കണമോ ഞാൻ ഓർത്ത് ഈശ്വരൻ ഇവർക്ക് ടിക്കറ്റ് കിട്ടാത്താണോ അതോ കുട്ടോട്ടിന്റെ എന്തെങ്കിലും പ്രശ്നം വല്ലതും ആണോ എന്നോർത്ത് ഞാൻ ചോദിച്ചപ്പോ അവര് സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു നിൽക്കണ കാഴ്ചയെ കണ്ടത്. എന്താന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി, കുട്ടികളുണ്ടായിരുന്നില്ല. പക്ഷെ ഭാര്യയ്ക്ക് വിശേഷം പോസിറ്റീവ് റിസൾട്ട്. അത് ഞങ്ങളെ കാണിക്കാനായിട്ട് അവരവിടെ ആ ഒരു ചാലക്കുടി ISNDP ഹാളിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയായിരുന്നു. ആലോചിച്ച് നോക്കൂ, നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെ. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അമ്മ നമ്മളെന്താ പറയാ, ഒരു RCM ഈസ് റിയലി പ്യൂരിറ്റി, ശുദ്ധത ഉള്ള ഇങ്ങനെയുള്ള ഒരു പ്രസ്ഥാനം, അല്ലെങ്കിൽ കലർപ്പില്ലാത്ത ഉൽപ്പന്നങ്ങൾ അല്ലെ. ഇതൊക്കെ ശരിക്കും നമ്മളൊന്ന് ആളുകളിലേക്ക് ഒന്ന് എത്തിക്കാനായിട്ട് നമ്മളൊന്ന് പഠിക്കുക. നമ്മുടെ നിറയെ നമുക്ക് സൂം പ്രോഗ്രാംസ് ഉണ്ട്. 11 മണിക്കുണ്ട്, 6:15, 8:45 പ്രോഗ്രാംസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ മാത്രം കണ്ടിരിക്കാതെ നമ്മള് കുറച്ച് ആളുകളെ കൂടി അതിലേക്കൊന്ന് കൂട്ടായ ഒരു പ്രയത്നം നമുക്ക് ആവശ്യമാണ്. ഒരുപാട് പേരിലേക്ക് ഒരു നെറ്റ്വർക്ക് ആയിട്ട്, ഞാൻ പറയുന്ന പോലെ ഇപ്പൊ എന്താ പറയാ, നെറ്റ്വർക്ക് എന്ന് പറയുമ്പോ നിങ്ങൾ ആ ഒരു നെറ്റ്വർക്ക് ആ നെറ്റ്വർക്ക് അല്ല ഞാൻ പറയുന്നത്. ഇതൊരു നന്മയുടെ നെറ്റ്വർക്കാണ്. നന്മയുടെ നെറ്റ്വർക്കാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ലോകർക്ക് നന്മയുണ്ടാക്കാനായിട്ട് ഇതുപോലെയുള്ള ന്യൂസുകൾ നമുക്ക് കിട്ടണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, 5 വർഷം കുട്ടികളില്ലാതിരുന്ന ആളുകൾ എത്ര ട്രീറ്റ്മെന്റുകൾക്ക് പോയിട്ടുണ്ടാവും, എത്ര ലക്ഷങ്ങൾ അവർ കളഞ്ഞിട്ടുണ്ടാവും. അവിടെ ഒന്നും റിസൾട്ട് ഇല്ലാതെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഡോക്ടർ രാജൻ സാറിന്റെ അദ്ദേഹത്തിന്റെ ആ ഒരു ഇതില് കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെ, അദ്ദേഹം ശരിക്കും നിർദ്ദേശിച്ചിട്ടുണ്ടാവും എത്ര കഴിക്കണം, ന്യൂട്രിചാർജ് വുമൺ എത്ര കഴിക്കണം, അല്ലെങ്കിൽ ന്യൂട്രിചാർജ് വെച്ച് ഒമേഗ എത്ര കൊടുക്കണം. അതൊക്കെ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. അങ്ങനെ ഒരു നിർദ്ദേശം അവരനുസരിച്ചിട്ട് അവർക്ക് ആ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാല് ഇതൊന്നും നമ്മൾ ചെയ്യുന്ന കാര്യമൊന്നും നിസ്സാരമായിട്ട് നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല. ഇതൊക്കെ വലിയ വലിയ കാര്യമാണ്. കാരണം ഹോസ്പിറ്റലിൽ പോയിട്ട് 1 ലക്ഷം ലക്ഷങ്ങളൊന്നും മുടക്കാതെ അല്ലെ, മെഡിക്കൽ എക്സ്പെൻസ് ഫ്രീ ആയിട്ട് ആളുകൾക്ക് നമുക്ക് ഇങ്ങനെ ഒരു സേവനം മാത്രമായിട്ട് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന ഈ സേവനം നിങ്ങൾ ഇതുപോലെ കണ്ടിന്യൂ ചെയ്യുക. 5 വർഷം കണ്ടിന്യൂ ചെയ്താല്, നിർത്താതെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 5 കുറെ വർഷങ്ങൾ കഴിയുമ്പോ ഈശ്വരൻ നിങ്ങളോട് പറയും, ഞാൻ നിന്നെ സംപ്രീതനായിരിക്കുന്നു, നിനക്കും നിന്റെ ടീമിനും ഇരിക്കട്ടെ കുറച്ച് ലക്ഷങ്ങളെന്ന്. ഇന്ന് ഞങ്ങൾ ആ ഒരു അനുഗ്രഹം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുക. ഇന്ന് ശരിക്കും എനിക്ക് മോത്തി സാറിനോ അല്ലെങ്കിൽ സുജി സാറിനോ ഹേമന്ത് സാറിനോ ഒന്നും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, എവിടെയും പോകേണ്ട ആവശ്യമില്ല. വീട്ടിലിരുന്ന് 2 തോഴിമാരെയൊക്കെ വിളിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ വീശി വീട്ടിൽ അവിടെ ഇരുന്നാൽ മതി. അത്രയേറെ ഇൻകം RCMന് തരുന്നുണ്ട്. പക്ഷെ നമ്മൾ അത് ചെയ്യാത്തത് എന്താന്ന് വെച്ചാൽ, നമുക്ക് ഒരുപാട് പേര് ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സന്തോഷം, ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ആ ഒരു സംതൃപ്തി, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് നമ്മുടെ വീട്ടിൽ അനുഭവിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഈശ്വര ചൈതന്യം, അത് ഒരുപാട് കുടുംബങ്ങളിലേക്ക് ഒരുപാട് പേര് അത് അനുഭവിക്കണം. കാരണം ഞങ്ങളും സാധാരണക്കാരായിരുന്നു. പണ്ട് ഞാന് 200 രൂപയുടെ സാരി അല്ലെങ്കിൽ 100 രൂപയുടെ സാരി ബാംഗ്ലൂർ സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോ വാങ്ങാനായിട്ട് അവിടുത്തെ ശിവാജി മാർക്കറ്റിൽ പോയി വാങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? കയ്യിൽ പൈസ ഇല്ല, കിട്ടുന്ന ഇൻകം ഒന്നിനും തികയാത്ത അവസ്ഥയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ചെലവ് ചുരുക്കും അല്ലെ. അങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന ഞങ്ങൾക്ക് എത്രയോ വർഷം ഞങ്ങൾ വാടക വീട്ടിലായിരുന്നു. അന്ന് ആളുകൾ ഒരുപാട് പരിഹസിച്ചിട്ടുണ്ട്. നിങ്ങൾ RCM ചെയ്യല്ലേ, എന്നിട്ട് എന്താ സ്വന്തമായിട്ട് വീടൊന്നും ആയിട്ടില്ലേ? പക്ഷെ ഇന്ന് പരിഹസിച്ചവരോടും ഞങ്ങളെ തരം താഴ്ത്തിയവരുടെ ഒക്കെ മുമ്പില് അവരെക്കാളൊക്കെ എത്രയോ മുകളില് ഇന്ന് നിൽക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്.
സാധിക്കുമെങ്കിൽ അത് RCM നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു നന്മകളിലൂടെ ആ വഴി എന്ന് പറയുന്നത് ഒരുപാട് കുടുംബങ്ങളിൽ ഐശ്വര്യം ഉണ്ടാക്കിക്കൊണ്ടുള്ള വഴി തന്നെയായിരുന്നു. കുറച്ചു കാലം ഒരു എമറാൾഡ് ലീഡർ അവര് വീട് വെച്ചപ്പോ ഞാനും മൂർത്തി സാറും കൂടെ പോയിരുന്നു പുതിയ വീടിന്റെ ഗൃഹപ്രവേശ ചടങ്ങിന്. അവരുടെ അവിടെ ആ ഒരു വീട്ടിലെ ഫസ്റ്റ് ഞങ്ങൾ ചെന്നപ്പോ ഞങ്ങളുടെ പടം കണ്ടു കഴിഞ്ഞപ്പോ നമ്മളുടെ ഫോട്ടോ, ദൈവത്തിന്റെ ഫോട്ടോയുടെ കൂടെ കുറച്ച് ലീഡേഴ്സിന്റെ ഫോട്ടോ അവർ വെച്ചിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞപ്പോ ശരിക്കും പറഞ്ഞാൽ കണ്ണു നിറഞ്ഞു. ഇന്ന് കിട്ടുന്ന ലക്ഷങ്ങളിലൊന്നുമല്ല കാര്യം, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങൾ അല്ലെ നമുക്ക് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തികളിലൂടെ സമൂഹത്തിന് നമുക്ക് നന്മ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ പറയുന്നു, നമുക്ക് ഒരേ ഒരു ജന്മേ ഉള്ളൂ. ഈശ്വരൻ തന്നിട്ടുള്ള ഒരേ ഒരു ജന്മം. ഈ ഒരു ജന്മം നമ്മൾ അവിടുന്ന് കടം വാങ്ങി ഇവിടുന്ന് കടം കൊടുത്ത് നരകിച്ച് ജീവിക്കാനുള്ളതല്ല. ഇതുപോലെയുള്ള സേവനങ്ങൾ ചെയ്ത് ആളുകളുടെ സ്നേഹം പിടിച്ചു പറ്റുക. ആളുകളുടെ സ്നേഹം പിടിച്ചു പറ്റാനായിട്ട് ഇന്നത്തെ കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്കത് സാധിക്കുക ഇന്ന് RCM എന്ന പ്രസ്ഥാനത്തിലൂടെ മാത്രമാണ്. തമിഴ്നാട്ടിലെ മീറ്റിംഗിലായിട്ട് ഞാനും മൂർത്തി സാറും കൂടെ ചെന്നപ്പോ സാറിന് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ആൾക്കാർ പറയുണ്ടായിരുന്നു, നീങ്ക എനിക്ക് കടവുളൈ മാതിരിന്ന്, നീങ്ക എനിക്ക് കടവുളൈ മാതിരിന്ന് എന്ന് പറഞ്ഞ എന്താ, നിങ്ങൾ എനിക്ക് ദൈവത്തിനെ പോലെയാണ്. ആ ഒരു വാക്ക് പോരെ, എന്തിനാ ലക്ഷങ്ങളെ? ആ ഒരു വാക്ക് കിട്ടാൻ ഈ ഒരു ജന്മം നമുക്ക് സാധിക്കുമെങ്കിൽ RCM എന്ന ഈ ഒരു നന്മയില്, ശരിയായ പാതയിൽ, ശരിയായ തരത്തില് നിങ്ങൾ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വരികയാണെങ്കിൽ നിങ്ങൾക്കും നാളെ ഇത്തരത്തിലുള്ള വാക്കുകള് കേൾക്കാൻ സാധിക്കും. ഒരുപാട് പേരുടെ ജീവിതത്തില് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അതില് സ്ത്രീ എന്നോ പുരുഷൻ എന്നോ വ്യത്യാസമില്ല. പണ്ട് കാലത്ത് ഞങ്ങൾ ജോയിൻ ചെയ്ത സമയത്തൊന്നും സ്ത്രീകൾ ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്, അന്ന് ആരോഗ്യമായിട്ടോ അല്ലെങ്കിൽ ഒന്നും പറയാനായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പോലും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് സ്ത്രീകൾ മുന്നോട്ട് വരാതിരുന്നത്. പക്ഷെ ഇന്ന് എല്ലാം നൽകി TCG ഇങ്ങനെ നമ്മളെ മാടി വിളിക്കുകയാണ്. തലമുറകളോളം നമ്മളെ എല്ലാ തരത്തിലും എല്ലാ തലത്തിലും സമ്പന്നരാക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. നമ്മൾ എന്താ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്? ഞാനും മൂർത്തി സാറൊക്കെ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത്, ഈ ലീഡേഴ്സ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് അവരുടെ സമയമാണ്, വിലപ്പെട്ട സമയം. കുടുംബത്തിന്റെ കൂടെ എങ്ങനെ ഇരുന്നാൽ മതിയായിരുന്നു, മൂർത്തി സാറും ഞങ്ങളുടെ കൂടെ ഇരുന്നാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ കുറെ സിനിമയ്ക്ക് പോവായിരുന്നു. ഞങ്ങൾക്ക് സുഖമായിട്ട് വെഡിങ് ആനിവേഴ്സറി ഒക്കെ ഒരു ചെറിയ കുട്ടി കേക്ക്, അത്രയും വലിയ കേക്കൊന്നും വാങ്ങിക്കാൻ കാശുണ്ടായിരുന്നില്ല, ഒരു കുട്ടി കേക്കൊക്കെ വാങ്ങി ഞങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യായിരുന്നു, ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യായിരുന്നു. പക്ഷെ അതൊന്നും വേണ്ടാന്ന് വെച്ച്, ഒരുപാട് സെലിബ്രേഷൻ വേണ്ടാന്ന് വെച്ച് ശരിക്കും പറഞ്ഞ ഒരു തീവ്ര യജ്ഞ പരിപാടി എന്ന് പറയാം. അതായിരുന്നു ഞങ്ങളുടെ RCM ലൈഫ് എന്ന് പറയുന്നത്. തീവ്രയജ്ഞ പരിപാടി എന്ന് പറഞ്ഞ എല്ലാ സുഖലോലുപതയും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ വെടിഞ്ഞ് RCM എന്നുള്ള ഒരേ ഒരു മന്ത്രവുമായി മുന്നോട്ട് പോയപ്പോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തില് സൗഭാഗ്യം ഉണ്ടായി. ഒരുപാട് കുടുംബങ്ങളില് ആ സൗഭാഗ്യത്തിന്റെ തിരി കൊളുത്തി കൊടുക്കാനായി. ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അതാണ്. നമ്മളല്ല നന്നാവും, നമ്മളെക്കാളും എനിക്ക് തോന്നുന്നത് ഒരുപാട് പേരെ നമുക്ക് എല്ലാ തരത്തിലും എല്ലാ തലത്തിലും നന്നാക്കാൻ പറ്റിയാല്, അല്ലെ? TCG പറയുന്നുണ്ട്, നമ്മളൊരു നല്ല വ്യക്തിയായിട്ട് മാറുക എന്നുള്ളത്. നല്ലൊരു വ്യക്തിയായിട്ട് നമ്മൾ തന്നെ മാറുക. എന്റെയൊക്കെ ചിന്ത എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാ ഞാൻ പണ്ടത്തെ ആളല്ല ഞാന്. പണ്ട് ഞാൻ എന്ന് പറഞ്ഞാല് എനിക്ക് ഒരേ ഒരു ഇതുണ്ടായിരുന്നുള്ളൂ, ഞാനും മൂർത്തി സാറും എന്റെ മകനും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. വേറെ ആരെ കുറിച്ചും എനിക്കൊരു കൺസേണും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ചിന്തകളെയൊക്കെ മാറ്റി അങ്ങോട്ട് ഉന്നതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ, നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലല്ല, നമ്മൾ ഉദ്ദേശിക്കുന്നതിലപ്പുറം TCG എന്നുള്ള വ്യക്തി നമ്മളെ ആ തലത്തിൽ കാണാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. നമ്മളെ ഒരു വലിയ വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സാണെന്ന് അറിഞ്ഞു കാണേണ്ടത്. അല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഇന്നും RCMനെ ഒളിഞ്ഞിരുന്ന് കുറ്റം പറയുന്നവരുണ്ട്. അവർക്കുള്ളതല്ല RCM. ഞങ്ങൾക്കും സുജിത് സാറൊക്കെ ഞങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കുറ്റം പറയാനുണ്ടായിരുന്നു. ഒരു കാര്യം പോലും അന്ന് പോസിറ്റീവായിട്ട് പറയാനില്ലാത്ത സമയത്താണ് RCMൽ വന്നിട്ടുള്ളത്. മാറി നിന്ന് കുറ്റം പറയായിരുന്നു. ഗോപകുമാർ സാർ ഞങ്ങൾക്ക് ഇത് തന്ന ആ വ്യക്തിയോട് കുറിച്ച് കുറ്റം പറയായിരുന്നു. ഞങ്ങളുടെ താഴെ വന്ന ആളുകളെ കുറിച്ച് കുറ്റം പറയായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാതെ വളരെ പോസിറ്റീവായിട്ട് ഈ സിസ്റ്റത്തിൽ നിലകൊണ്ട്
ഒരുപാട് പേരെ പോസിറ്റീവായിട്ട് നമ്മൾ ഉയർത്തി കൊണ്ടുവന്നത് കൊണ്ടാണ് ഇന്ന് ഈ ജീവിതത്തില് നിങ്ങൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള ഐശ്വര്യവും സൗഭാഗ്യവും എല്ലാം വന്നതും ഒരുപാട് ഫാമിലികളില് ഞങ്ങൾക്കത് കൊടുക്കാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് എന്തുണ്ടെങ്കിലും നമ്മൾ മറിഞ്ഞിരുന്ന് കുറ്റം പറയാതെ RCMന്റെ വിഷൻ അനുസരിച്ച് പ്രവർത്തിക്കുക. അല്ലെങ്കിൽ കാരണം അതില് TCG ഉദ്ദേശിക്കുന്ന നന്മ എന്ന് നമ്മളൊന്നും ഒരിക്കലും സ്വപ്നത്തിൽ പോലും കാണാൻ സാധിക്കാത്ത ഒന്നാണ്. ഞാൻ ഒരിക്കല് പ്രിയങ്ക മാഡത്തോട് ഒരു കോർ ലീഡർ ഞങ്ങൾ യാത്ര ചെയ്യവേ ചോദിക്കുകയുണ്ടായി, മാഡം ശരിക്കും പറഞ്ഞാൽ ഈ RCM പ്രസ്ഥാനം എത്ര കാലം ഉണ്ടാവും? മാഡം പറഞ്ഞു ഒരൊറ്റ ഉത്തരം. അത് ഇത്ര രസമായിട്ടാ മാഡം പറഞ്ഞെന്നറിയോ? ഈ സൂര്യനും ചന്ദ്രനും ഉള്ള കാലത്തോളം RCM ഉണ്ടാകും. അവിടെ മാഡം ഒരു പക്ഷേ പറഞ്ഞു. എന്താ പക്ഷേ എന്ന് വെച്ചാല് നമ്മുടെ കാലം കഴിഞ്ഞാല് ഇത് തലമുറകളിലൂടെ പോകുന്ന ഒരു ബിസിനസ്സാണ്. RCM എന്ന പ്രസ്ഥാനത്തിനെ അടുത്ത തലമുറ അതിനെ ഏറ്റെടുക്കണമെങ്കിൽ അവരിൽ മൂല്യങ്ങൾ ഉണ്ടാവണം. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കുട്ടികൾക്ക്, നിങ്ങളുടെ തലമുറയ്ക്ക് RCMന്റെ ആ ഒരു വാല്യൂ, അത് നമുക്ക് തരുന്ന മൂല്യം, അതൊന്ന് കൊടുത്താൽ മാത്രം മതി. ബാക്കി ഒന്നും നോക്കേണ്ട, ബാക്കിയെല്ലാം ശരിയാവും എന്നുള്ള കാര്യം മാത്രമാണ് രസകരമായിട്ട് മാഡം നമ്മളോട് പറഞ്ഞ. TCGയുടെ മകളാണ്, അവരാണ് ശരിക്കും പറഞ്ഞ സൗരവ് സാറും പ്രിയങ്ക മാഡവും ഇനി ശരിക്കും പറഞ്ഞ അടുത്ത തലമുറയിലൂടെ RCMനെ നയിക്കുന്നത് അവരാണ്. നോക്കൂ, അവരുടെയൊക്കെ ഒരു കാര്യങ്ങൾ നമ്മൾ ആലോചിക്കും. എനിക്ക് ഒരുപാട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഇത്രയും ഉയർന്ന നിലയിൽ ഉണ്ടായിട്ടും അവരുടെ ഒരു സിംപ്ലിസിറ്റി, എളിമ, നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും അവർ തരുന്ന വാല്യൂ, ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഈ ലോകത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇല്ല, ഇല്ല, ഇല്ല. ദിസ് ഈസ് ഫോർ ദ കോമൺ പീപ്പിൾ. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി അവരുടെ ജീവിതത്തിൽ അവർക്ക് സുഖവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും തരാനായിട്ട് വന്നിരിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനമാണ് RCM. ഇന്ന് നമ്മൾ കാണുന്നത് കുറെ പണ്ടേ പണക്കാരായിട്ടുള്ള ആളുകള് അവര് ആഡംബര ജീവിതം നയിക്കുന്നു, അല്ലെ? നമ്മൾ സാധാരണക്കാരായ ആളുകൾ അത് നോക്കിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ഈ ജന്മം പറ്റിയില്ലല്ലോ, അടുത്ത ജന്മമാകാം എന്ന് സമാധാനിക്കുന്നു. പക്ഷെ അവിടെയാണ് RCMന്റെ പ്രസക്തി. ഈ ഒരു ജന്മം തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തലത്തിൽ ഒരുപാട് പേരുടെ ജീവിതത്തിൽ അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാവുന്ന തരത്തിൽ ഇത്രയും സെഗ്മെന്റുകൾ ചേർന്ന് ഇങ്ങനെ RCM എന്താ പറയാ, ഒരു വൻ വൃക്ഷമായിട്ട് മാറി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്, അല്ലെ? ശരിക്കും ആ കൺസിസ്റ്റൻസി പ്ലാനും ബോണസ് കിട്ടുന്നതും ഇല്ലേ? 6 മാസം നമ്മൾ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞ 5000 രൂപയുടെ പ്രോഡക്റ്റ് വാങ്ങി കഴിഞ്ഞാല് അടുത്ത 7 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നില്ലേ? ഇതൊക്കെ ഒന്ന് ആളുകളോട് പറഞ്ഞു കൊടുക്കും. അവരോട് ചോദിക്കൂ, ഏത് സൂപ്പർ മാർക്കറ്റിലുണ്ട് ഇങ്ങനെ ഫ്രീ കിട്ടുന്നതെന്നും. ഇതൊക്കെ ഒരു അവയർനെസ് ആണ്. നമ്മൾ പല തരത്തിലുള്ള അവയർനെസ് കൊടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. ആരോഗ്യം എന്ന അവയർനെസ്, ശുചിത്വം എന്ന അവയർനെസ്, ഭക്ഷണം എന്ന അവയർനെസ്, അതുപോലെ പ്രകൃതിയെയും പരിസ്ഥിതിയെയും പരമാവധി മനുഷ്യരെയും എങ്ങനെ സ്നേഹിക്കാം എന്ന ഒരു അവയർനെസ്, അല്ലെ? ഇന്ന് ലീഡേഴ്സ് ആവാം. നിങ്ങൾ ഓരോ ഇന്നിപ്പോ അവിടെ വന്നു, ബിഗിനേഴ്സ് വന്നു, ഓപ്പണേഴ്സ് വന്നു, അങ്ങനെ അവസാനം സ്റ്റാർ പ്ലാറ്റിനം ടെക്നിക്കൽ ലീഡേഴ്സ് വരെ വന്നു, അല്ലെ? ആ ശരിക്കും പറഞ്ഞ ഓരോ ലെവല്, നിങ്ങളുടെ ലെവല് മാറുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓരോ പരീക്ഷയും പാസ്സാവുന്നതാണ്. ക്ഷമ എന്ന പരീക്ഷ, ഓരോ വാല്യൂസ്, ഓരോ മൂല്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ആ മൂല്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു പാസ്സായ പരീക്ഷകളാണ്, ശരിക്കും പറഞ്ഞാൽ പരീക്ഷണങ്ങളാണ് ഓരോ നിങ്ങളുടെ കമ്മിങ് ലെവൽസ് ഒക്കെ. അവിടെയൊന്നും തോറ്റ് പിന്മാറാൻ പാടില്ല. തോറ്റ് പിന്മാറുന്നവരുള്ളതല്ല RCM, വിജയിച്ച് മുന്നോട്ട് നീങ്ങുന്നവരുള്ളതാണ് RCM. മാറി നിന്ന് കുറ്റം പറയുന്നവരല്ല RCM. ലീഡേഴ്സിന്റെ കൂടെ നിന്ന് ഒറ്റക്കെട്ടായി നിന്ന് ടീമായിട്ട് ആരോഗ്യം, സമത്വം, സാഹോദര്യം, ഈ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് കൊണ്ടുപോകുന്നവരുള്ളതാണ് RCM. ഇങ്ങനെ ഈ വാല്യൂസ് മനസ്സിലാക്കി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഓരോ പ്രോഡക്റ്റിലും ഉണ്ട് അതിന്റേതായ വാല്യൂ, ഓരോ മൂല്യങ്ങളുണ്ട്. ഈ മൂല്യങ്ങള് നമ്മുടെ കുടുംബത്തിലേക്ക് ആദ്യം നൽകുക, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഒരുപാട് കുടുംബങ്ങളിലേക്ക് നൽകുക. കാരണം ഒരു വ്യക്തി ആരോഗ്യവാനാവുന്നത് അദ്ദേഹം വിചാരിച്ചാൽ മാത്രം നടക്കില്ല.
നമ്മുടെ ചുറ്റുമുള്ള സൊസൈറ്റി, സമൂഹം കൂടെ നന്നായാലേ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അതാണ് TCG നമുക്ക് തരുന്ന അഡ്വൈസ്. നമ്മൾ മാത്രം ആരോഗ്യം ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ അടങ്ങുന്ന സമൂഹം കൂടി ആരോഗ്യമുള്ളവരായാൽ മാത്രമേ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും പൂർണ്ണമായിട്ട് ആരോഗ്യം ഉണ്ടാവുള്ളൂ. ഈ ഒരു തത്വം നമ്മൾ അനുസരിച്ച് നമ്മൾ ജീവിച്ച് നമ്മൾ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഇന്നല്ലെങ്കിൽ നാളെ, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഇതുപോലെ ഒരു പ്രൊഫഷനായിട്ട്, ഞാൻ പറയാം RCM നിങ്ങളൊരു പ്രൊഫഷനായിട്ട് എടുക്കും. നമ്മുടെ കുട്ടികളോടും പറയും, ഞാൻ എന്റെ മോനോട് പറഞ്ഞിട്ടുണ്ട്, നീ ഇതുവരെ പഠിച്ചാൽ മതി, ഇത് കഴിഞ്ഞ് നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന്. ഡോക്ടറായിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോണ്ട, ഞങ്ങളുടെ കൂടെ നിന്ന് രോഗം വരാതെ നോക്കാനായിട്ട്, ലോകർക്ക് എന്താണ് ആരോഗ്യം എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന്. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ ഫാമിലി ആയിട്ട് തന്നെ വന്ന് അറ്റൻഡ് ചെയ്യുക, കുട്ടികളായിട്ട് വന്ന് അറ്റൻഡ് ചെയ്യുക. അവർക്ക് അതിന്റെ വിഷൻ മനസ്സിലാവട്ടെ. കാരണം ഇത് നമ്മൾ ഒരു ഫാമിലിക്കുള്ളതല്ല, ഇത് കുറെ കുടുംബങ്ങൾക്കുള്ളതാണ്. ഒരുപാട് കുടുംബങ്ങളെ അല്ലെ ശരിക്കും നമ്മൾ വിചാരിച്ച ഈ കേരളം ഒരു ഹരിതോദ്യാനമാക്കിയിട്ട് തന്നെ മാറ്റാനായിട്ട് സാധിക്കും. അത്രയേറെ ഉത്തരവാദിത്വം നമ്മൾക്കുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, എല്ലാവരും ഇതൊരു പ്രൊഫഷനായിട്ട്, ഒരു ജോലിക്ക് നിങ്ങൾ എത്ര മണിക്കൂറുകൾ നിങ്ങൾ ചെലവാക്കുന്നോ അത്രയും മണിക്കൂർ നിങ്ങൾ RCMനായിട്ട്, ഇപ്പൊ നേരത്തെ അമൃതലാൽ സാറിന് നിങ്ങൾ കണ്ടു, ഷാജി സാർ, ഇവരൊക്കെ വന്ന് സമ്മാനം വാങ്ങിക്കുന്ന കണ്ടില്ലേ? അവരൊക്കെ ചെയ്തത് ഇത് തന്നെയാണ്. ഓരോ വീടുകളിലും ചെന്ന് അവയർനെസ് കൊടുക്കുക, ഹോം മീറ്റിംഗ് നടത്തുന്നു, എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളത് പഠിപ്പിക്കുന്നു. ഇത്രയും ചെയ്തപ്പോ തന്നെ ഈ കുറഞ്ഞ കാലയളവില് അച്ചീവേഴ്സ് ആയിട്ടുള്ള വ്യക്തികളാണ് ഇവരൊക്കെ, അല്ലെ? ഒരു IAS IPS ഓഫീസേഴ്സിനൊക്കെ വെല്ലുന്ന സാലറി വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നിൽ നിൽക്കുകയാണ് അവരൊക്കെ. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു പാതയിലേക്ക് കടന്നു വരാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാവരുടെ ജീവിതവും സമ്പന്നമാക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഗുഡ് RCM, ജയ് RCM.